എന്നും ഒരുപോലെ ഓടിക്കൊണ്ടിരുന്നത് എൻ്റെ ലൈഫിൽ പെട്ടെന്നാണ് ഞാനത് ആലോചിച്ചത്. ഇന്നാണല്ലോ എൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജ്. യെസ്, ഞങ്ങൾ ഒരുമിച്ച് +2 പഠിച്ചതാണ്. +2 പഠിക്കുമ്പോഴേ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ആയിരുന്നു. ഇപ്പോൾ അവൾ എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സിലൊരാളാണ്. അങ്ങനെ അവളെ കല്യാണത്തിന് വേണ്ടി പോവാണ്. ഞങ്ങൾ കുറച്ചധികം ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ അടിച്ച് പൊളിച്ച് അങ്ങനെ നടന്നു പോയി. ഒരുപാട് ദൂരം നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ കുറേ ദൂരം നടന്ന് അവളെ വീട്ടിലെത്തി. കുറച്ചധികം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. എന്നാലും ആളുകളുണ്ടായിരുന്നു. ഈ നിപ്പിൻ്റെ ഉദ്ദേശം ഒന്ന് മാത്രമാണ് ഗൈസ്, ഫാന് കാറ്റ് കൊള്ളുക മാത്രം. എന്തായാലും സ്റ്റേജിൽ കല്യാണപ്പെണ്ണില്ല. സോ നമുക്ക് കുറച്ച് ഫോട്ടോസ് ആവാമെന്ന് ഞാനും കരുതി. അങ്ങനെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പോയി. കുറച്ച് ഷോർട്ട് അവിടെ നിന്നു. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് അപ്പം എടുത്ത ഫോട്ടോ കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം കല്യാണപ്പെണ്ണും ഫ്രണ്ട്സും എല്ലാവരും എത്തി. ശേഷം ഞങ്ങൾ കുറച്ച് നേരം ആദ്യം ഇരുന്ന് സംസാരിച്ചൊക്കെ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം എല്ലാ ഫ്രണ്ട്സും പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് കൂടി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അതിൽ നല്ലൊരു ഫോട്ടോ ആണത്. പിന്നെ നമ്മളെ മൊഞ്ചത്തിയെ കുറച്ച് നേരം ഫോക്കസ് ചെയ്തു. ഇതാണ് നമ്മളെ മണവാട്ടി, മൊഞ്ചത്തിയായ മണവാട്ടി. അവൾ നല്ല സുന്ദരിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം ഞാനും അവളും കൂടെ സംസാരിച്ചു. ദെൻ അവളെ കൂടെ എനിക്ക് കുറച്ച് സിംഗിൾ പിക്കുകൾ വേണമെന്ന് തോന്നി. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ കുറച്ച് നേരം കുറച്ച് നുണകളൊക്കെ പറഞ്ഞു വന്നു കേട്ടോ. കുറേ കാലമായില്ലേ കണ്ടിട്ട്, കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗിഫ്റ്റ് കൊടുത്തു. ഫ്രണ്ട്സ് എല്ലാവരും കൂടെ വാങ്ങിയ ഗിഫ്റ്റാണ്. അവർ പറഞ്ഞു നമുക്ക് ഫോട്ടോസിനോടൊന്നും താല്പര്യമില്ലടാ, നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഫോട്ടോസ് വേണമല്ലോ. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തു. ഇതായിരുന്നു നമ്മൾ കൊടുത്ത ഗിഫ്റ്റ് കേട്ടോ. അവർ രണ്ടുപേരും സൈൻ ചെയ്യട്ടെ അങ്ങനെ കരുതി നമ്മൾ വാങ്ങിയതാണ്. എന്തായാലും സൈൻ ചെയ്യുന്ന വീഡിയോ നമ്മൾ തന്നില്ല. ഇതെന്താണെന്നറിയോ, എനിക്ക് വിശക്കുന്നുണ്ട് ഗൈസ്, നന്നായിട്ട് വിശക്കുന്നുണ്ട്. അവരാരും വിളിച്ചിട്ട് വരുന്നുമില്ല. അപ്പം എല്ലാവരോടും കൂടെ പറയുന്ന പറച്ചിലാണത്, ഒന്ന് വേഗം വാടോ. അങ്ങനെ അവർ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിക്കാനിരുന്നപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. ഫുഡ് അടിപൊളിയാണോ അല്ലേ എന്നുള്ളതിനേക്കാളും വല്ല അടിപൊളിയാണെന്നത്. കുറേ കാലമായിട്ട് കാണാത്ത ഫ്രണ്ട്സ്, അവരെല്ലാവരും കൂടി കണ്ടപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എല്ലാവർക്കും പറയാനുണ്ടായിരുന്നു. കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ കണ്ടിട്ട് കുറേ കാലമായി ഗൈസ്. ഞങ്ങൾ മുകളിൽ നിന്ന് കണ്ടു. അപ്പോൾ അത് യാദൃശ്ചികമായിട്ട് നടന്നു. പിന്നെ ഞങ്ങൾ ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ടാകുന്നത് റീക്രിയേറ്റ് ചെയ്യാൻ നോക്കിയതാണ്. കൂട്ടത്തിൽ 1-2 ആളുകൾക്ക് തിരക്കുള്ളതുകൊണ്ട് ഞങ്ങൾ വല്ലാണ്ട് അവിടെ നിന്നില്ല. ഞങ്ങൾ അവളോട് യാത്ര പറഞ്ഞു ഇറങ്ങി. അവൾ പറഞ്ഞു ചെക്കൻ്റെ വീട്ടിലേക്കൊക്കെ ഒന്ന് വാടോ. പക്ഷെ പോയില്ല ഗൈസ്, നമുക്ക് സമയമില്ലായിരുന്നു. പിന്നെ അവിടെ നിന്ന് സൗണ്ട് ഉണ്ടാക്കി ഇറങ്ങി. ഒത്തിരി ആളുകളുണ്ടല്ലോ, നന്നായിട്ട് ചവിട്ടി ഇറങ്ങി. പിന്നെ ഒരു കടയിലൊക്കെ പോയി. അവിടെ നിന്ന് കുറച്ച് അരുണൊക്കെ വാങ്ങി കഴിച്ചു. കുറേ കാലമായിട്ട് അരുണൊക്കെ കിട്ടിയിട്ട് കുറേ ഷോപ്പിൽ ഞാൻ ചോദിക്കാറുണ്ട്, പക്ഷെ കിട്ടാറില്ല. പിന്നെ ഒരു ബോട്ടിൽ വെള്ളമൊക്കെ കുടിച്ചു. ഓട്ടോന് ഇങ്ങോട്ട് വന്ന് ഞങ്ങൾ തിരിച്ചു പോയത് ബസ്സിനാണ്. അപ്പോൾ അത്രയ്ക്കുള്ളൂ ഗൈസ്. സീ യു ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.